നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ പുണർതം കാല പൂയം ആയില്യം കർക്കിടകക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. മോശഫലങ്ങളെ അറിയുവാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല. അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ കർക്കിടകക്കൂറുകാർക്ക് 17-ാം തീയതി വരെ സൂര്യൻ 3-ലാണ് നിൽക്കുന്നത്. 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ അനുഭവേദ്യമായിട്ട് വരിക, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവാണ്. അതായത് ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ജോലി ലഭിക്കും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുക. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുന്ന ഒരു കാലയളവാണ്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെയും ഈ 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് 17-ാം തീയതി വരെ. 17-ാം തീയതിക്ക് ശേഷം സൂര്യൻ 4-ലേക്ക് വരുന്നത് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ വിധേന തടസ്സങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. തടസ്സങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ 17-ാം തീയതിക്ക് ശേഷം സൂര്യൻ 4-ലേക്ക് വരുമ്പോൾ മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി. 20-ാം തീയതി വരെ ചൊവ്വ 12-ലാണ്. അതിനുശേഷം ജന്മത്തിലേക്ക് വരും. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല കർക്കിടകക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതായത് ഒക്ടോബർ മാസത്തിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് കർക്കിടകക്കൂറുകാർ പ്രത്യേകിച്ചൊരു ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. 20-ാം തീയതി വരെ 12-ൽ നിൽക്കുമ്പോൾ ചൊവ്വയെ കൊണ്ട് പലവിധേന ദുരിതങ്ങൾ വന്നു ചേരുക, വിചാരിക്കാതെ തന്നെ ധനത്തിന് ദുർവ്യയം വന്നു ചേരുക, അനാവശ്യമായിട്ട് ചിലവ് വന്നു ചേരുക. 20-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് ചൊവ്വ വരുമ്പോൾ കാര്യപരാജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാത്തൊരവസ്ഥ. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ നല്ല ഫലം ലഭിക്കാത്തൊരു കാലയളവിനെയാണ് 20-ാം തീയതിക്ക് ശേഷം ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 12-ൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ജന്മത്തിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഭദ്രകാളി സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. 10-ാം തീയതി വരെ ബുധൻ 3-ലാണ്. 3-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ 10-ാം തീയതിക്ക് ശേഷം 4-ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, സ്വസ്ഥത വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ കുടുംബത്ത് ധനം വന്നു ചേരുക, കുടുംബ സുഖം അനുഭവിക്കാനായിട്ടുള്ള യോഗം 4-ലേക്ക് വരുമ്പോൾ ബുധനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. പല ഗ്രഹങ്ങളും മോശസ്ഥാനത്ത് നിന്നാൽ പോലും ഈശ്വരാധീനമുള്ള കാലയളവാണ് 11-ൽ വ്യാഴം നിൽക്കുന്നത്. ഇഷ്ടകാര്യ ലാഭം, സ്ഥാനാന്തര പ്രാപ്തി, നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നൊരു കാലയളവ്. വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളും. അവർക്ക് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രമിച്ചോളും. അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി അവർക്ക് വന്നു ചേരും. അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരുന്ന പറയുക. ജോലി സംബന്ധമായിട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പ്രമോഷൻ വന്നു ചേരുക, ഉയർച്ച വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. അതായത് 11-ൽ നിൽക്കുന്നത് കർക്കിടകക്കൂറുകാർക്ക് വ്യാഴത്തെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 13-ാം തീയതി വരെ ശുക്രൻ 4-ലാണ്. അതിനുശേഷം 5-ലേക്ക് വരും. 4-ൽ നിൽക്കുമ്പോഴും 5-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 13-ാം തീയതി വരെ 4-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഇന്ദ്രനെ പോലെയൊക്കെ ശക്തി ഉണ്ടാവുമെന്ന് പറയുക. ഇന്ദ്രൻ്റെ അത്രയൊന്നും ശക്തി നമുക്ക് ആർക്കും ഉണ്ടാവില്ല, നമുക്ക് തന്നെ അറിയാലോ. എന്തായാലും നമ്മുടെ ആയുസ്സും ഓജസ്സും തേജസ്സും കൂടും, കുടുംബ ഗുണം വന്നു ചേരും, കുടുംബ സുഖം വന്നു ചേരും, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരും. 13-ാം തീയതിക്ക് ശേഷം ശുക്രൻ 5-ലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള നല്ല ഫലങ്ങളുണ്ട്. സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കാനിട വരിക.
സന്താന ഗുണം വന്നു ചേരുക, നമ്മളുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുക, ബന്ധുഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കുക, ധനം വന്നു ചേരുക, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് 4ലും 5ലും നിൽക്കുന്ന ശുക്രനെ കൊണ്ട്. 8ലാണ് ശനി. 8ൽ നിൽക്കുന്ന ശനിയാണ് അഷ്ടമശനി ഭാവമാണ് ഒരു പരിധിവരെ കർക്കിടകക്കൂറുകാർക്ക് കുറച്ച് മോശഫലങ്ങളെ സൂചിപ്പിക്കുന്നത്. വ്യാഴത്തെ കൊണ്ട് ദൈവാധീനത്തെ സൂചിപ്പിച്ചുവെങ്കിൽ ശനിയെ കൊണ്ട് ദൈവാധീന കുറവിനെ സൂചിപ്പിക്കുന്നു. പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. 8ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് വിചാരിക്കാതെ തന്നെ കലഹം വന്നു ചേരുക, ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് പോവാതെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സ്വജനങ്ങളായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് അകന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് മാനസികമായിട്ട് തോന്നുക. ധനപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ളൊരു ഫലമല്ല പറയുന്നത്. പക്ഷേ ഈ വ്യാഴം 11ലേക്ക് വന്നതോടുകൂടി ഒരു പരിധിവരെ കർക്കിടകക്കൂറുകാർ അനുഭവിച്ചു കൊണ്ട് പോന്നിരിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങളെല്ലാം കുറയുവാനായിട്ട് സാധ്യതയുണ്ട്. എന്തായാലും കർക്കിടകക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു പോന്നിട്ടുള്ളതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട്, ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാൻ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.